ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാൽ നായകനായി ജിത്തു ജോസഫ് തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 21 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയത് കേരളത്തിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും എല്ലാം തന്നെ വമ്പൻ തരകമായി മുന്നോട്ട് പോകുന്ന മലയാള സിനിമയാണ് ദൃശ്യം 3. ചിത്രം വിജയകരമായ ആദ്യ 8 ദിവസം പിന്നിട്ട് 9ാം ദിവസമായ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലേക്കാണ് ഇന്നത്തെ ചേർന്നിട്ടുള്ളത്. ചിത്രം 8ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 5,72,00,000 രൂപയാണ്. അങ്ങനെ 8 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 62,70,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. എന്നാൽ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതുപ്രകാരം 7 ദിവസം കൊണ്ട് 200 കോടിയിൽ എത്തിയിരിക്കുന്നു എന്നാണ് കാണിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 8 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് സാക്കിനിക്ക് നൽകുന്ന ഡാറ്റ പ്രകാരം 197,91,00,000 രൂപയാണ് സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അതായത് 9ാം ദിവസമായിരുന്ന വെള്ളിയാഴ്ചയോടെ മാത്രമേ സിനിമ 200 കോടി ക്ലബിൽ എത്തപ്പെടുകയുള്ളൂ. അതേസമയം 9ാം ദിവസമായിരുന്ന വെള്ളിയാഴ്ച സിനിമ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ കേരളത്തിൽ പ്രീസെയിലായി നേടിയെടുത്തിരിക്കുന്നത് 2,01,00,000 രൂപയാണ്. നിലവിൽ മണിക്കൂറിൽ 8,000, 9,000 ടിക്കറ്റാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ബുക്ക് മൈ ഷോയിലൂടെ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 9ാം ദിവസമായിരുന്ന വെള്ളിയാഴ്ചയോടെ ഈ സിനിമ ലോകമെമ്പാടുമായി 200 കോടി ക്ലബിൽ എത്തപ്പെടുന്നതാണ്. ആന്റണി വർഗീസ് പെപ്പെ നായകനായി പോൾ ജോർജ് സംവിധാനം ചെയ്ത് ഇന്നലെ മെയ് 28 ഈദ് റിലീസായി തിയേറ്ററിൽ മിക്സഡ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് കാട്ടാളൻ. ചിത്രത്തിൽ തെലുങ്ക് താരം സുനിൽ, കബീർ ദുഹാൻ സിംഗ്, ജഗദീഷ്, സിദ്ദീഖ്, തുഷാര വിജയൻ, ആൻസൺ പോൾ, ഹനാൻ ഷാ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഏറെ പ്രതീക്ഷകളുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമയ്ക്ക് വിചാരിച്ച ഒരു റെസ്പോൺസ് അല്ല നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ കേരളത്തിലും ആഗോളതലത്തിലും വളരെ മികച്ച പ്രീസെയിൽ ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിരുന്നു. ആദ്യ ദിവസത്തെ കേരള ഓപ്പണിംഗ് കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ 3,50,00,000 രൂപയാണ് കേരളത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട കൃത്യമായ അപ്ഡേഷൻ വന്നിട്ടില്ലെങ്കിലും 8,50,00,000 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. സുഭാഷ് ലളിത സുബ്രഹ്മണ്യം തിരക്കഥ സംവിധാനം ചെയ്ത് ഇന്നലെ മെയ് 28 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് കറക്കം. ശ്രീനാഥ് ബാസി, ഫെമിന ജോർജ്, സിദ്ധാർത്ഥ് ഭരതൻ, ജീൻ പോൾ ലാൽ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കേരള കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ 10,20,000 രൂപയാണ് കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ അതുപോലെ വിദേശ രാജ്യങ്ങളെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ഇന്നലെ മെയ് 28 വ്യാഴാഴ്ച തിരഞ്ഞെടുത്തിയ തമിഴ് സിനിമയാണ് ബ്ലാസ്റ്റ്. സുഭാഷ് കെ രാജ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അർജുൻ, അഭിരാമി, പ്രീതി മുകുന്ദൻ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. സിനിമയുടെ ആദ്യ ദിവസത്തെ തമിഴ്നാട് കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ 96,00,000 രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. കർണാടകയിൽ നിന്ന് 16,00,000 കളക്ട് ചെയ്ത ഈ സിനിമ തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 48,00,000, കേരളത്തിൽ 6,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 1,00,000 എന്നിങ്ങനെ 1,67,00,000 രൂപയാണ് ഇന്ത്യൻ കളക്ഷൻ. തമിഴ് പതിപ്പിൽ നിന്ന് 1,14,00,000 കളക്ട് ചെയ്ത ഈ സിനിമ തെലുങ്ക് പതിപ്പിൽ നിന്ന് 53,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. വിദേശ കളക്ഷനായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 30,00,000 രൂപയാണ്. അങ്ങനെ 1,97,00,000 രൂപയാണ് ആദ്യ ദിവസം ലോകമെമ്പാടുമായി സ്വന്തമാക്കിയിരിക്കുന്നത്. മെയ് 14 വ്യാഴാഴ്ച തിരഞ്ഞെടുത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് അതിരടി. അരുൺ അനിരുദ്ധൻ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ടോവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ്, റിയാൻ ഷിബു, സെറിൻ ഷഹാബ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ 15ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 77,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 15 ദിവസം കൊണ്ട് കേരളത്തിൽ 34,35,00,000 രൂപ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 64-65 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് മെയ് 29 വെള്ളിയാഴ്ച 3 മലയാള സിനിമകൾ തിയേറ്ററിലെത്തിയിട്ടുണ്ട്. വിപിൻ എൻ വേലായുധൻ സംവിധാനം ചെയ്ത പൈതലാട്ടം എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. ജയൻ ചേർത്തല, ധന്യ അനന്യ, സുനിൽ സുഗത, അപ്പുണ്ണി ശശി എന്നിങ്ങനെയാണ് താരങ്ങൾ. SL മീഡിയ, ഐശ്വര്യ മൂവി മേക്കേഴ്സ് എന്നിവരാണ് സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. റോഷൻ കോന്നി സംവിധാനം ചെയ്ത കിരാത എന്ന ഹൊറർ എന്റർടൈനർ സിനിമയാണ് രണ്ടാമത്തെ റിലീസ്. ചെമ്പിൽ അശോകൻ, MR ഗോപകുമാർ, ജീവ നമ്പ്യാർ, നീന കുറുപ്പ് എന്നിങ്ങനെയാണ് താരങ്ങൾ. സിനിമ നിർമ്മിച്ചിട്ടുള്ളത് ഇടത്തോടി ഫിലിംസ് ആണ്. TS ബാബു സംവിധാനം ചെയ്ത ഡോക്ടർ ബെന്നറ്റ് എന്ന സിനിമയാണ് മൂന്നാമത്തെ റിലീസ്. ജിൻസ് ജോയി, ഐഷ സീനത്ത്, കോട്ടയം നസീർ, ഷാജു ശ്രീധർ എന്നിങ്ങനെയാണ് താരങ്ങൾ. VR മൂവി ഹൗസ്, അബ്ബാജി ഫിലിംസ് എന്നിവരാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. ഈ സിനിമകളെ കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.